Hi friends, welcome to TalksandCrafts. I am Helna. Today I am going to show Scrapbook second page. So, our second page is design. This is our Scrapbook second page. So, this page is design in this video. And the first page, that is the cover page, in the video you can see in the description and comment box link. Support it. So, we will tutorial. I have 15 into 20 cm two white chart one zigzag ആയിട്ട് മടക്കിയിട്ടുണ്ട് മറ്റേ ഞാൻ നടുക്കൂടെ മടക്കുന്നു zigzag ആയിട്ട് മടക്കിയതിന്റെ താഴേക്ക് വരുന്ന ഫോൾഡിൽ ഞാൻ 3 പിന്നെ 2 പിന്നെ 3 പിന്നെ 2 അങ്ങനെ രീതിയിൽ കട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ഫോൾഡിന്റെ ഒരു ഇതിൽ 2 cm ആണ് അപ്പോൾ ഈ 20 cm ന് 5 ഫോൾഡ്സ് ഉണ്ടാവും ഞാൻ ഈ കട്ട് ചെയ്ത പാർട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തു കൊടുക്കുന്നു 3 dimension ൽ എന്നിട്ട് ഞാൻ ആ മറ്റേ വൈറ്റ് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് ഗം തേച്ച് കൊടുക്കുകയാണ് അപ്പം ഗം തേച്ച് കൊടുത്തിട്ട് ഗ്ലിറ്റർ പേപ്പറിൽ ഞാൻ ഐ ഹാർട്ടിൻ്റെ ഷേപ്പ് യു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഗ്ലിറ്റർ റെഡ് പേപ്പറിൽ അത് ഞാൻ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ഹാർട്ട് ഷേപ്പ് അത് ഞാൻ ഇതേപോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ 3 dimensionൽ നമ്മൾ കട്ട് ചെയ്ത ആ പാർട്സിലെല്ലാം ഞാൻ 15 into 12.5 cm ഒരു പിങ്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ട് അത് ഞാൻ വൈറ്റ് ചാർട്ടിൽ സ്റ്റിക്ക് ചെയ്തു അപ്പോൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന പാർട്ടൊന്നും കാണില്ല നമ്മുടെ കാർഡിൻ്റെ അതിനുശേഷം ഞാൻ ഐ യുന്ന് ഒരു റെഡ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഐ യുവും എന്നിട്ട് ഞാൻ അതിങ്ങനെ കോർണർ ടു കോർണർ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ 14 into 14 cm ഒരു റെഡ് പേപ്പർ എടുത്ത് അതിനെ ഇങ്ങനെ ഡയഗണലായിട്ട് മടക്കി അത് കഴിഞ്ഞ് പിന്നെ നടുക്കൂടെ മടക്കി എന്നിട്ട് പിന്നെ നമ്മൾ അതുകൂടെ തന്നെ ഒന്നും കൂടി മടക്കുക അതിനുശേഷം നമ്മളിതിനെ സ്ക്വയറായിട്ട് മടക്കുക അപ്പം ഡയഗണലായിട്ട് കട്ട് വരുന്ന ലൈക്ക് ഫോൾഡ് വരുന്ന അവിടെയായിട്ട് വേണം നമ്മൾ മടക്കാൻ അപ്പോൾ ഒരു സൈഡിൽ ഫോൾഡ് ഉണ്ടാവും മറ്റേ സൈഡിൽ ഫോൾഡ് തന്നെ ബട്ട് 2 ലെയേഴ്സിൻ്റെ ഫോൾഡ് ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കണം എന്നിട്ട് നമ്മൾ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 4 ഹാർട്ട് ഒരുമിച്ചുള്ളത് കിട്ടും അപ്പോൾ നമ്മൾ നടുക്കൂടെ ഫോൾഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാക്കും എന്നിട്ട് നമ്മൾ ചുമ്മാ സ്റ്റിക്ക് ചെയ്യാതെ അതിൻ്റെ അടിയിൽ ഒരു റിബൺ വെച്ച് സ്റ്റിക്ക് ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നു ഞാൻ ഈ ഹാർട്ടിൻ്റെ കുറച്ച് പ്രിൻറ്റഡ് കാർഡ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കവർ പേജിൻ്റെ ബാക്കിലേക്കാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു വൈറ്റ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് അത് 20 into 4 ആണ് എടുത്തിരിക്കുന്നത് ഈ കാർഡ് ഫിറ്റ് ആവാൻ പാകത്തിന് നമ്മൾ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഉള്ളിലേക്ക് 2 സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യും ഇത് കാർഡ് കയറ്റി വെക്കും ഇനി ഞാനൊരു റെഡ് പേപ്പർ എടുത്തു A4 പേപ്പർ അതിൽ ഞാനൊരു 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു അതിനുശേഷം നമ്മൾ ആ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് അപ്പോൾ 6 cm തന്നെയായിരിക്കും 6 cm വെച്ചിട്ട് നമ്മൾ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് സർക്കിളിനെ ശേഷം ഓൾട്ടർനേറ്റീവ് പോയിൻറ്റ്സ് നമ്മൾ ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യും ഓൾട്ടർനേറ്റീവ് നടുക്കത്തെ ഒരു പോയിൻ്റ് വിട്ട് ഓൾട്ടർനേറ്റീവ് പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യും അപ്പോൾ നമുക്കൊരു സ്റ്റാർ ഷേപ്പ് കിട്ടി അപ്പം നമ്മൾ ഈ സ്റ്റാറിൻ്റെ കോർണർ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്നു അഡ്ജസൻറ്റ് പോയിൻറ്റ്സ് തമ്മിൽ ലൈൻസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ് ഇനി നമ്മളിപ്പോൾ വരച്ച ലൈൻസിൻ്റെ മിഡ് പോയിൻ്റ് മെഷർ ചെയ്യണം അപ്പോൾ എല്ലാ ലൈൻസിൻ്റെയും മിഡ് പോയിൻ്റ് മെഷർ ചെയ്യുക ഇപ്പോൾ വരച്ച ലൈൻസിൻ്റെ സ്റ്റാറിൻ്റെ കോർണർ ജോയിൻ ചെയ്ത് നമ്മൾ വരച്ച ലൈൻസിൻ്റെ മിഡ് പോയിൻ്റ് മെഷർ ചെയ്യുക അതിനുശേഷം നമ്മൾ അതിൽ വെച്ച് ആ മിഡ് പോയിൻ്റ് വെച്ചിട്ട് അതിൻ്റെ കോർണർ ടു കോർണർ ഒരു സെമി സർക്കിൾ വരയ്ക്കുക ഔട്ട്സൈഡ് സർക്കിൾ
നമ്മുടെ മെയിൻ സർക്കിളിൻ്റെ ഔട്ട് സൈഡായിട്ട് സെമി സർക്കിൾ വരയ്ക്കുക. ഞാനിപ്പോൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഞാൻ അതിൻ്റെ 2 പെറ്റൽസ് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. 2 പെറ്റൽസ് അഡ്ജസൻറ്റ് 2 പെറ്റൽസ് ഒരുമിച്ച് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ഓവർലാപ്പ് വരാം, പക്ഷെ അത് കുഴപ്പമില്ല, 2 എണ്ണം വെച്ച്. ഈച്ച് സെമി സർക്കിളിൻ്റെ കോർണേഴ്സ് ഒരുമിച്ച് വെച്ചിട്ട് അത് ഫോൾഡ് ചെയ്യുക. സെമി സർക്കിൾ ഫോൾഡ് ചെയ്യുക. ടിൽ നമ്മുടെ ഇന്നർ ഹെക്സഗണിൻ്റെ കോർണർ വരെ ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ, കംപ്ലീറ്റ് ഫോൾഡ് ചെയ്യരുത്. അങ്ങനെ ഓരോ പെറ്റലും അതേപോലെ ഫോൾഡ് ചെയ്യുക. സെമി സർക്കിളും അതേപോലെ ഫോൾഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് സെമി സർക്കിളെല്ലാം ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എല്ലാ ഫോൾഡ്സും അതേ ഡയറക്ഷനിലാക്കും. അപ്പോൾ നമുക്കൊരു വീല് പോലെ കിട്ടും. ഇനി ഇതാണ് നമ്മുടെ ഒരു കാർഡ്. അതിനുശേഷം നമ്മൾ ആ ലൈൻസ് എല്ലാം റൈസ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഈ പേജിൽ ഒരു കാർഡ് ചെയ്ത് കോർണറിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓഫ് വൈറ്റ് കളറിൽ കുഞ്ഞ് ഹാർട്ട്സ് ഉണ്ടാക്കിയിട്ട് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി അതിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ രണ്ടാമത്തെ കാർഡും ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ ഈ പേജ് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫ്ലവേഴ്സും ഞാൻ സെയിം കളർ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. അത് ഞാൻ ഒരെണ്ണം ചെയ്തിട്ട് പിന്നെല്ലാം സ്റ്റെൻസിലായിട്ട് അത് ഉപയോഗിച്ച് ട്രേസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ 4x4 ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഡയഗണലി മടക്കണം. പിന്നെ അതൊന്നും കൂടി മടക്കണം. അതിനുശേഷം കോർണർ ടു കോർണർ മടക്കണം. അപ്പം കോർണർ ഇച്ചിരി പുറത്ത് വരുന്ന രീതിയിൽ മടക്കണം. അതേപോലെ തന്നെ മറ്റേ സൈഡും അതുമായിട്ട് ചേർന്ന് മടക്കണം. എന്നിട്ടിത് നമുക്ക് നടുക്കൂടെ മടക്കാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പെറ്റൽ ഷേപ്പ് വരയ്ക്കുക. ഹാഫ് പെറ്റൽ വരച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് പോയിൻറ്റഡ് ആയിട്ടുള്ള പെറ്റലാണ് വരച്ചേക്കുന്നത്. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിയ പൂവിൻ്റെ സൈസ് വരച്ചത്. നമുക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് വരച്ചാൽ മതി, എന്നിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ചെറുതും കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കാർഡ് റെഡിയായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്ക്രാപ്പ് ബുക്കിൻ്റെ സെക്കൻഡ് പേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിൻ്റെ ചാനൽ യൂസ്ഫുള്ളായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പേജുമായിട്ട് വരുന്നവരെ ബൈ.